വളരെ ഒരു ശരിയായൊരു കാര്യമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഇപ്പോൾ അണ്ണാമലയുടെ, ഞാനതാണ് അണ്ണാമലയെ പറഞ്ഞിട്ട് വിജയിലേക്ക് വരാം. അണ്ണാമലയ്ക്ക് ഇത്തരത്തിലുള്ള താരമൂല്യങ്ങളൊന്നുമില്ല. ഒരു IPS ഓഫീസർ അവിടെ വന്ന് അദ്ദേഹം ഈ എൻ മണ്ണ് എൻ മക്കൾ വാദവുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി, കറപ്ഷൻ ഇല്ലാത്ത ഒരു നല്ല രാഷ്ട്രീയ നേതാവായതുകൊണ്ട് അദ്ദേഹം വളർന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തമിഴ് ജനത സ്വീകരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അതിന് മോദിയും അമിത്ഷായും ഒക്കെ എല്ലാ സഹായങ്ങളും ചെയ്തു. അത് അങ്ങനെ മുന്നോട്ട് പോയി. ഈ 15% വോട്ടെത്തിയ കഥയും ഞാൻ പറഞ്ഞു. വിജയ് എന്ന് പറയുന്ന ആൾ അങ്ങനെയല്ല. അദ്ദേഹം തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്ന, തമിഴ് സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഫാൻസ് അസോസിയേഷനുണ്ട്. നേരത്തെ നമുക്കറിയാം, BJP 2014 കേന്ദ്രത്തിൽ അധികാരത്തിലേറിയ കാലത്ത് തന്നെ രജനീകാന്തിനെ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി. പിന്നെ അത് പല പഠനങ്ങളും തെളിയിച്ചു അത് വേണ്ടത്ര വിജയിക്കില്ല എന്ന് തെളിയിച്ചത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു റിസ്ക് എടുക്കാത്തത്. രജനീകാന്തിനും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് രജനീകാന്ത് പതുക്കെ ഒതുങ്ങി. ആ സ്പേസിലേക്കാണ് നമ്മുടെ ഇദ്ദേഹം പിടിച്ചു കയറിയത്, വിജയ്.